ഹായ് ഫ്രണ്ട്സ്, സ്മാർട്ട് സ്റ്റാർട്ട് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നമ്മൾ പി എസ് സി സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു സ്കോളർഷിപ്പിന് അപേക്ഷിക്കുമ്പോഴോ അതുമല്ലെങ്കിൽ വീട് വയ്ക്കാൻ ലോണിന് അപേക്ഷിക്കുമ്പോഴോ ആയിരിക്കും പലപ്പോഴും കയ്യിലിരിക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി കഴിഞ്ഞ കാര്യം ശ്രദ്ധിക്കുന്നത്. പിന്നീട് വില്ലേജ് ഓഫീസിലും അക്ഷയ കേന്ദ്രത്തിലും ഓടി നടക്കേണ്ടി വരും. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ കേരളത്തിലെ പ്രധാനപ്പെട്ട സർട്ടിഫിക്കറ്റുകളുടെ കാലാവധിയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇന്ന് ഈ വീഡിയോയിലൂടെ 10 പ്രധാന സർട്ടിഫിക്കറ്റുകളെക്കുറിച്ചും അവയുടെ കാലാവധിയെക്കുറിച്ചും നമ്മൾ വിശദമായി ചർച്ച ചെയ്യുന്നു. ഇൻകം സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ്. നമ്മൾ ആദ്യമായി നോക്കുന്നത് വരുമാന സർട്ടിഫിക്കറ്റിനെ പറ്റിയാണ്. ഒരു വ്യക്തിയുടെ വാർഷിക വരുമാനം തെളിയിക്കുന്നതിനായി സർക്കാർ നൽകുന്ന ഔദ്യോഗിക രേഖയാണ് വരുമാന സർട്ടിഫിക്കറ്റ്. വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി കൃത്യം 1 വർഷമാണ്. വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾക്കും റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനും വിവിധ സർക്കാർ ധനസഹായങ്ങൾക്കും ഈ സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണ്. മുൻ വർഷത്തെ വരുമാനമാണ് ഇതിൽ കണക്കാക്കുന്നത്. അതിനാൽ ഓരോ വർഷവും ഇത് പുതുക്കേണ്ടി വരും. വരുമാന സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കാൻ ആവശ്യമായ രേഖകളാണ് ഇനി പറയുന്നത്. റേഷൻ കാർഡിൻ്റെ പകർപ്പ്, ആധാർ കാർഡ്, വരുമാനം തെളിയിക്കുന്ന രേഖകൾ, ശമ്പള സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ബാങ്ക് പാസ്ബുക്ക്. വരുമാന തെളിവിനായി സർക്കാർ ജീവനക്കാർ സാലറി സർട്ടിഫിക്കറ്റ് ആണ് നൽകേണ്ടത്. പെൻഷൻകാരാണെങ്കിൽ PPO അതായത് പെൻഷൻ പേയ്മെന്റ് ഓർഡറും, സ്വകാര്യ മേഖലയിലുള്ളവരാണെങ്കിൽ തൊഴിലുടമ നൽകുന്ന ശമ്പള സർട്ടിഫിക്കറ്റും നൽകണം. ഇതിലൊന്നും പെടാത്തവർ വരുമാനം തെളിയിക്കുന്ന സത്യവാങ്മൂലം നൽകിയിരിക്കണം. രണ്ടാമത്തെ സർട്ടിഫിക്കറ്റാണ് NCL, നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്. പിന്നാക്ക വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന വ്യക്തികളിൽ സാമ്പത്തികമായും സാമൂഹികമായും മുന്നാക്കം നിൽക്കുന്നവരെയാണ് നോൺ ക്രീമി ലെയർ എന്ന് വിളിക്കുന്നത്. സർക്കാർ ജോലികളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രവേശനത്തിനും സംവരണം ലഭിക്കാൻ നിങ്ങൾ ക്രീമി ലെയറിൽ ഉൾപ്പെടുന്നില്ലെന്ന്, അതായത് നിശ്ചിത വരുമാന പരിധിക്ക് താഴെയാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റാണ് NCL സർട്ടിഫിക്കറ്റ്. NCL സർട്ടിഫിക്കറ്റിനായി അപേക്ഷ സമർപ്പിക്കുമ്പോൾ താഴെ പറയുന്ന രേഖകൾ ആവശ്യമാണ്: റേഷൻ കാർഡ്, ആധാർ കാർഡ്, വരുമാന സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ്, സത്യവാങ്മൂലം. വരുമാനവും ക്രീമി ലെയറിൽ ഉൾപ്പെടുന്നില്ലെന്നും സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടുള്ള സത്യവാങ്മൂലം ആവശ്യമായി വരാറുണ്ട്. സംസ്ഥാന ആവശ്യങ്ങൾക്കുള്ളതാണെങ്കിൽ വില്ലേജ് ഓഫീസർ വഴിയാണ് NCL സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത്. എന്നാൽ കേന്ദ്ര സർക്കാർ ആവശ്യങ്ങൾക്കാണെങ്കിൽ തഹസിൽദാർ വഴിയും NCL സർട്ടിഫിക്കറ്റ് ലഭിക്കും. ഈ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി എന്ന് പറയുന്നത് 1 വർഷം മാത്രമാണ്. അടുത്ത സർട്ടിഫിക്കറ്റാണ് കൈവശാവകാശ സർട്ടിഫിക്കറ്റ്, അതായത് പൊസഷൻ സർട്ടിഫിക്കറ്റ്. ഒരു പ്രത്യേക വസ്തു നിലവിൽ ആരുടെ കൈവശത്തിലാണെന്നും ആ വസ്തുവിൻ്റെ മേൽ ആ വ്യക്തിക്ക് കൈവശാവകാശമുണ്ടെന്നും വില്ലേജ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തുന്ന രേഖയാണ് കൈവശാവകാശ സർട്ടിഫിക്കറ്റ്. ഏറ്റവും കുറഞ്ഞ കാലാവധിയുള്ള സർട്ടിഫിക്കറ്റുകളിൽ ഒന്നാണിത്. വെറും 6 മാസം മാത്രമാണ് ഈ സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി. ബാങ്ക് ലോണുകൾക്കും വസ്തു സംബന്ധമായ ഇടപാടുകൾക്കും ഇത് പുതിയത് തന്നെ വേണം. ഈ സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കുമ്പോൾ നമ്മൾ ഹാജരാക്കേണ്ട രേഖകളാണ് ഇനി പറയുന്നത്. ഏറ്റവും പുതിയ ഭൂനികുതി അടച്ച രസീത്, ആധാർ കാർഡ്, റേഷൻ കാർഡ്, ലൊക്കേഷൻ സ്കെച്ച്, ഭൂമിയുടെ ആധാരം. അടുത്ത സർട്ടിഫിക്കറ്റുകളാണ് ജാതി സർട്ടിഫിക്കറ്റും കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും. ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾക്കും കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റുകൾക്കും 3 വർഷമാണ് കാലാവധി. സ്കൂൾ അഡ്മിഷൻ സമയത്ത് എടുത്തത് കോളേജ് അഡ്മിഷൻ വരെ ഉപയോഗിക്കാൻ ഇത് സഹായിക്കും. റേഷൻ കാർഡ്, ആധാർ കാർഡ്, SSLC ബുക്ക്, പിതാവിൻ്റെയോ മാതാവിൻ്റെയോ ജാതി തെളിയിക്കുന്ന രേഖ എന്നിവയാണ് ഈ സർട്ടിഫിക്കറ്റിനായി അപേക്ഷിക്കുമ്പോൾ നമ്മൾ ഹാജരാക്കേണ്ടത്. അടുത്തത് ഫാമിലി മെമ്പർഷിപ്പ്. കേരളത്തിൽ സർക്കാർ സേവനങ്ങൾക്കായി ആവശ്യപ്പെടുന്ന ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്നത് സാധാരണയായി ഒരു കുടുംബത്തിലെ അംഗങ്ങളുടെ പേരും വിവരങ്ങളും രേഖപ്പെടുത്തിയുള്ള ഒരു ഔദ്യോഗിക രേഖയാണ്. ഇതിനെ റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഫാമിലി മെമ്പർ സർട്ടിഫിക്കറ്റ് എന്നും പറയാറുണ്ട്. കുടുംബാംഗങ്ങളെ സാക്ഷ്യപ്പെടുത്തുന്ന ഈ രേഖയുടെ കാലാവധിയും 3 വർഷമാണ്. പെൻഷൻ സംബന്ധമായ കാര്യങ്ങൾക്കും മറ്റും ഈ സർട്ടിഫിക്കറ്റ് ഉപകരിക്കും. ഈ സർട്ടിഫിക്കറ്റിനായി അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഹാജരാക്കേണ്ട രേഖകളാണ് റേഷൻ കാർഡ്, ആധാർ കാർഡ്, കുടുംബാംഗങ്ങളുടെ വിവരങ്ങൾ അടങ്ങിയ അപേക്ഷ. ഇനി പറയുന്നത് ആജീവനാന്ത സർട്ടിഫിക്കറ്റുകളെ പറ്റിയാണ്. ഒരിക്കൽ എടുത്തു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കാൻ കഴിയുന്ന സർട്ടിഫിക്കറ്റുകളാണ് ജനന സ്ഥലം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ സ്ഥിര താമസ രേഖ, ലീഗൽ എയർ, അനന്തരാവകാശ സർട്ടിഫിക്കറ്റ്. അടുത്തത് 1 ആൻഡ് ദി സെയിം സർട്ടിഫിക്കറ്റ്. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിനെ പറ്റി നോക്കാം. ഒരു വ്യക്തി കേരളത്തിൽ ജനിച്ചതാണെന്നോ
അല്ലെങ്കിൽ ദീർഘകാലമായി കേരളത്തിൽ താമസിക്കുന്നതാണെന്നോ തെളിയിക്കുന്ന രേഖയാണ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്. പ്രധാനമായും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും സ്കോളർഷിപ്പുകൾക്കും ഇത് ആവശ്യമായി വരാറുണ്ട്. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിനായി അപേക്ഷിക്കുമ്പോൾ ഹാജരാക്കേണ്ട രേഖകളാണ് റേഷൻ കാർഡ്, ആധാർ കാർഡ്, ജനന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ്, വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് ചിലപ്പോൾ ആവശ്യമായി വന്നേക്കാം. അടുത്ത സർട്ടിഫിക്കറ്റ് ആണ് ലീഗൽ എയർ സർട്ടിഫിക്കറ്റ്. ഒരു വ്യക്തി മരണപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കൾ, ബാങ്ക് അക്കൗണ്ട്, പെൻഷൻ അല്ലെങ്കിൽ മറ്റു ആനുകൂല്യങ്ങൾ എന്നിവ കൈമാറ്റം ചെയ്യുന്നതിനായി മരണപ്പെട്ട വ്യക്തിയുടെ യഥാർത്ഥ അവകാശികൾ ആരൊക്കെയാണെന്ന് തെളിയിക്കുന്ന രേഖയാണ് ലീഗൽ എയർ സർട്ടിഫിക്കറ്റ്. ലീഗൽ എയർ സർട്ടിഫിക്കറ്റിനായി അപേക്ഷിക്കുമ്പോൾ ഹാജരാക്കേണ്ട രേഖകളാണ് മരണ സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡ്, അനന്തരാവകാശികളുടെ ആധാർ കാർഡുകൾ, ബന്ധം തെളിയിക്കുന്ന രേഖകൾ, മക്കളുടെ ജനന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സ്കൂൾ രേഖകളും ഹാജരാക്കേണ്ടി വരും. അടുത്ത സർട്ടിഫിക്കറ്റ് ആണ് വൺ ആൻഡ് ദ സെയിം സർട്ടിഫിക്കറ്റ്. രണ്ട് വ്യത്യസ്ത രേഖകളിൽ, ഉദാഹരണം SSLC ബുക്കും ആധാർ കാർഡിലും പേര് വ്യത്യസ്തമായി വരികയോ ഇനീഷ്യലിൽ മാറ്റം വരികയോ ചെയ്താൽ ഈ രണ്ട് രേഖകളിലെയും വ്യക്തി ഒരാൾ തന്നെയാണ് എന്ന് വില്ലേജ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തുന്ന രേഖയാണിത്. സർക്കാർ ജോലികൾക്കോ ബാങ്ക് സംബന്ധമായ ആവശ്യങ്ങൾക്കോ പാസ്പോർട്ട് എടുക്കാനോ ഇത് ആവശ്യമായി വരാറുണ്ട്. ഈ സർട്ടിഫിക്കറ്റിനായി അപേക്ഷിക്കുമ്പോൾ ഹാജരാക്കേണ്ട രേഖകളാണ് ഇനി പറയുന്നത്. അപേക്ഷാ ഫോം വില്ലേജ് ഓഫീസിൽ നിന്നോ ഈ ഡിസ്ട്രിക്ട് വെബ്സൈറ്റിൽ നിന്നോ ലഭിക്കും. പേര് ശരിയായി രേഖപ്പെടുത്തിയ ഒരു സർക്കാർ രേഖ വേണം. അതുപോലെ പേര് തെറ്റായി രേഖപ്പെടുത്തിയ രേഖ, സത്യവാങ്മൂലം. പേര് രേഖപ്പെടുത്തിയ രേഖകളിലെ വ്യക്തി ഒരാൾ തന്നെയാണ് എന്ന് കാണിച്ച് ഒരു നോട്ടറി പബ്ലിക്കിൻ്റെയോ ഗസറ്റഡ് ഓഫീസറുടെയോ മുന്നിൽ തയ്യാറാക്കിയ സത്യവാങ്മൂലം നിർബന്ധമാണ്. റേഷൻ കാർഡ് വിലാസം തെളിയിക്കാൻ വേണ്ടിയാണ്. കേരളത്തിലെ മിക്ക സർക്കാർ സർട്ടിഫിക്കറ്റുകളും ഇപ്പോൾ ഓൺലൈനായി അപേക്ഷിക്കാൻ സാധിക്കും. കേരള സർക്കാർ സേവനങ്ങൾക്കായി പ്രത്യേകം തയ്യാറാക്കിയ ഈ ഡിസ്ട്രിക്ട് പോർട്ടൽ വഴി അപേക്ഷിക്കാം. ഓൺലൈനായി അപേക്ഷിക്കാനായി ഔദ്യോഗിക വെബ്സൈറ്റായ https://edistrict.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. നിങ്ങൾക്ക് നേരിട്ട് ഓൺലൈനായി അപേക്ഷിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഈ വീഡിയോയിൽ പറഞ്ഞ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.